മായ ഒരു പകൽസമയം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിലയേറിയ വചനങ്ങൾ പഠിക്കുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ തക്കണം. കർത്താവേ, ദൈവസഭയുടെ കരുണയെ സംബന്ധിച്ച് അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ച് കേൾക്കുവാനും പഠിക്കുവാനും, വചനത്തെ എങ്ങനെ വചനം പഠിക്കണമെന്നൊക്കെയും വളരെ ശക്തമായ നിലയിൽ കൂടെ നിന്റെ ദാസന്മാരിൽ കൂടെ ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽ സമയം വീണ്ടും നിന്റെ ഭൃത്യന്മാരെ ഇരുവരെയും കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തെ നന്നായി തെളിയിച്ച് പഠിപ്പിക്കുവാൻ ആവശ്യമുള്ള ദൈവകൃപ പകർന്ന് വചനത്തിൻ്റെ വാതിൽ നിന്റെ ഭൃത്യന്മാർക്ക് തുറന്നു കൊടുക്കണമേ കർത്താവേ. വചനം ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും നിറവോടും കൂടെ സംസാരിപ്പാൻ നിന്റെ ഭൃത്യന്മാരെ ശക്തിയായി അവർ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്ന കർത്താവേ. അവിടുത്തെ മഹത്വമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനം കേൾക്കുന്നതിന് വേണ്ടി നിന്റെ ദാസന്മാർ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും പേരുപേരായി വ്യക്തികളായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സകല മഹത്വം എടുക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം തിരുമേനി നടത്തുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി അധ്യക്ഷനായിരിക്കണമേ. കരങ്ങൾ ഭരമേൽപ്പിക്കുന്ന കർത്താവേ, മഹത്വം എടുത്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. His child says, Lord, I want to see you, I want to know you. The Lord will hear his child's cry. ദൈവത്തിൻ്റെ മക്കള് കർത്താവിനോട്, കർത്താവേ, നിന്നെ എനിക്ക് അറിയണം, നിന്നെ എനിക്ക് അറിയുവാനായിട്ടുള്ള കൃപ തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ദൈവം ഉത്തരം തരും. One such person was Simeon. ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരാളായിരുന്നു. In Luke chapter 2, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം verse 25 25-ാമത്തെ വാക്യം to 28. 25 മുതൽ 28 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. The prophet Simeon really loved the Lord and he wanted to see him, to know him. പ്രവാചകനായ ശിമയോൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അറിയുവാൻ ആഗ്രഹിച്ച ഒരാളാണ്. I will read it in English. Please follow with me in your Bible. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. And I request you, please do open your Bible and take this passage and read it so that the Lord will speak to you. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബൈബിൾ തുറന്ന് എന്നോടൊപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. And there was a man in Jerusalem whose name was Simeon. And this man was righteous and devout, and he was looking for the consolation of Israel. And the Holy Spirit was upon him, and it had been revealed to him by the Holy Spirit that he would not see death before he had seen the Lord Jesus Christ. And he came in the Spirit into the temple, and when the parents brought in the child Jesus to carry out for him the custom of the law, then he took him into his arms and blessed God. Simeon's greatest desire was that he wanted to know God and to see God, and the Lord said Amen. ദൈവത്തെ കാണുക, ദൈവത്തെ അറിയുക എന്നുള്ളതായിരുന്നു ശിമയോന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവന്റെ ആഗ്രഹത്തിന് ദൈവം പറഞ്ഞു ആമേൻ. There is another person we read like this in the Bible who really wanted to know God because he loved him, and he was a earnest seeker, and his name is Cornelius. നാം ഇതുപോലെ തന്നെ ദൈവത്തെ അറിയണമെന്നും കാണണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച മറ്റൊരാളെ നാം കാണുന്നുണ്ട്. കൊർന്നലിയോസ് എന്ന പേരുള്ള ഒരു വ്യക്തി. But he didn't get the opportunity like Simeon to see Jesus physically, but he really yearned in his heart, Lord, I want to know the true God and have a relationship with him. ശിമയോനെ പോലെ കർത്താവിനെ നേരിട്ട് തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കർത്താവെ, നിന്നെ എനിക്ക് അറിയണമെന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ആഗ്രഹത്തോടു കൂടെ ദൈവസന്നിധിയിൽ നിന്ന ഒരാളാണ്. And the Lord heard his prayers. അവന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു. And so the Lord changed Simon's perspective because he was a Jew. He will not go near Gentiles like Cornelius. And the Lord brought him to Cornelius. And Cornelius could hear the gospel and enter into a personal relationship with this God. പത്രോസിന്റെ മനോഭാവങ്ങളെ ദൈവം മാറ്റി അങ്ങനെ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ ഒരു
യഹൂദനായിരിക്കുന്ന പത്രോസ് ഒരിക്കലും പോകുവാൻ ആഗ്രഹിക്കാത്തതായിരിക്കുന്ന ആ ഭവനത്തിലേക്ക് കർത്താവ് പത്രോസിനെ കൊണ്ടുചെല്ലുകയും അങ്ങനെ കൊർന്നല്യോസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു. The point I want to make is this: if we really want to know God and to understand the true God, the God of heaven will answer your prayers. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. That is one prayer that you see God answering in the many people that you see in the Bible all throughout, no matter what their context or what their character was. When they really wanted to know this God and they sought it in their heart, we see that God answers that. ഈ ഒരു കാര്യം നാം ബൈബിളിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിക്കുമ്പോൾ കാണുന്നതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ പശ്ചാത്തലവും സ്വഭാവവും എന്തുമാകട്ടെ, ദൈവമേ നിന്നെ അറിയണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചെല്ലുന്നവരെ ദൈവം എങ്ങനെയാണ് തന്നെക്കുറിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതെന്നുള്ളത് നാം കാണുന്നു. The last 22 years in my life, the one prayer that God always answered when I said Lord was this: Lord, I want to know you better. Many other prayers he said no or yes, but this was one prayer he did not fail to answer. സഹോദരൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ 22 വർഷങ്ങളിലെ ഒരു പ്രാർത്ഥനയായിരുന്നു അത്: കർത്താവേ നിന്നെ എനിക്ക് കൂടുതൽ അറിയണം കർത്താവേ. മറ്റ് പല പ്രാർത്ഥനകൾക്കും തനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഒരിക്കലും കിട്ടാതിരുന്നില്ല. I don't have all the answers to life's questions, but I know the Lord more now than before, and I understand that it is because he has written it in his word. എൻ്റെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്കില്ല. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഈ കാര്യം അറിയുവാനായിട്ടുള്ള ഈ ആഗ്രഹത്തിൽ ദൈവം തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം തൻ്റെ വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. And the picture is getting better and better and clearer, and when I understand this God more, I love him more, and I understand that it is right here. ദൈവത്തിൻ്റെ വചനത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുന്തോറും ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. ഈ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് എനിക്കതുവഴി കഴിയുന്നു. If we value a person, we will take his word seriously. If we value നമ്മൾ ഒരാളെ വിലമതിക്കുന്നുവെങ്കിൽ നാം അദ്ദേഹം പറയുന്നതിനെ നാം വിലമതിക്കും. When I got married in 2006, the Lord was gracious to give me a wife, and I liked her very much. 2006 സഹോദരൻ വിവാഹിതനാകുന്നത്. ആ ദൈവം തനിക്ക് അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കൊടുത്തു. തൻ്റെ ജീവിത പങ്കാളിയെ താൻ വളരെയേറെ സ്നേഹിക്കുന്നു. But one thing I came to realize in this last 6 years is that though I loved her, I was not really listening to what she is saying. I was speaking more than she was. ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ തനിക്ക് മനസ്സിലായ ഒരു കാര്യം, തൻ്റെ ഭാര്യയെ താൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലും തനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ അധികം കേൾക്കാനായിട്ട് സഹോദരൻ ചെവി കൊടുക്കാറില്ലായിരുന്നു. Means I thought I was listening, but a constant complaint was that you are not listening from her, but I thought I was listening. സഹോദരൻ കരുതിയിരുന്നത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചെവി കൊടുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഭാര്യയുടെ നിരന്തരമായിരിക്കുന്ന പരാതി നിങ്ങൾ എനിക്ക് വേണ്ടത്ര ചെവി തരുന്നില്ല എന്നുള്ളതായിരുന്നു. We really need to take an effort to listen to the people that we value. നാം വിലമതിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാനായിട്ട് നാം സമയം കൊടുക്കണം. These days, by the grace of God, I am trying to just keep quiet and listen to her. And when she speaks, she knows when I'm listening or not. She knows. She can see it on my face. When she speaks and I'm actually listening, she feels that she is valued. ഈ ദിവസങ്ങളിൽ ഭാര്യ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ അല്പം കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശരിയായ നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൂടുതൽ ചെവി കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ഭാര്യ വളരെ സന്തോഷവതിയാണ്. It's not because I have all the answers to her questions. Sometimes I know what she is saying, but when out of love I am just listening, she feels very cherished.
അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എൻ്റെ പക്കൽ ഉണ്ടായിട്ടല്ല. ചില കാര്യങ്ങൾ അവൾ പറയുന്നത് എന്താണെന്നുള്ളതിൻ്റെ ചോദിക്കുന്നതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. പക്ഷേ അവൾ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ മനസ്സ് വയ്ക്കുന്നത് കൊണ്ട് അവൾക്ക് വളരെ സന്തോഷം. I have a long way to go. I'm still trying. But by the grace of God, things are getting better. എനിക്ക് ഈ ഒരു മേഖലയിൽ എനിക്ക് ഇനിയും ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ മഹാകാരുണ്യത്താൽ കൂടുതൽ മെച്ചപ്പെടാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. Now, this is what I want to share to you, my brothers and sisters. For the Lord Jesus Christ, for God our Father, it's the same thing. When we listen to His words, we shut out the noises of life and we just focus on what He is saying. We understand Him better and we love Him more. എൻ്റെ പ്രിയ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ മറ്റ് കോലാഹലങ്ങളുടെയൊക്കെ നടുവിൽ നാം കർത്താവ് പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് നാം കാതോർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പിതാവായിരിക്കുന്ന ദൈവം പുത്രൻ തമ്പുരാൻ എത്രയധികം സന്തോഷിക്കുന്നു. I want to say something, that God is not, He knows our hearts and He knows our motives. He is not so much interested in our performance and the agendas we have. He is more interested to know whether you really want to know Him, whether you are a pastor or a non-pastor or a minister. He just really wants to know, are you really interested in a personal relationship with me? All the other things are just a byproduct. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പദ്ധതികളെക്കുറിച്ചോ നമ്മുടെ കാര്യപരിപാടികളെക്കുറിച്ചോ നമ്മുടെ കഴിവുകളെക്കുറിച്ചോ ഒന്നുമല്ല ദൈവം കാര്യമായിട്ട് നോക്കുന്നത്. നാം അവൻ പറയുന്നത് കേൾക്കുവാൻ, അവനുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിരിക്കുന്ന ആ ഒരു ആസ്വാദ്യകരമായിരിക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ട് എന്നുള്ളതാണ് ദൈവം പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. Are you really interested to know more about the one who gave his blood for you and gifted his word to you? Are you really interested to know him? തൻ്റെ ജീവരക്തം ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ചതായിരിക്കുന്ന ഈ കർത്താവ് നമ്മളോട് പറയുന്നത് എന്തെന്ന് കേൾക്കാനായിട്ടുള്ള ആത്മാർത്ഥമായിരിക്കുന്ന ഒരു താല്പര്യം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അവൻ്റെ വലിയൊരു ദാനമായിട്ട് തൻ്റെ വചനം അവൻ നമുക്ക് തന്നതിന് ചെവി കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. He doesn't need anything from you. He doesn't need your talents. He doesn't need your churches. He needs you and he needs you to understand him. നിങ്ങളുടെ കഴിവുകളെയോ നിങ്ങളുടെ താലന്തുകളെയോ നിങ്ങളുടെ സഭകളെയോ അവൻ ആവശ്യമില്ല, നിങ്ങളെയാണ് അവൻ ആവശ്യം. അവന് വേണ്ടിയുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാന. If you don't have that desire, please pray, Lord, please give me that desire. My selfishness is coming in the way. അങ്ങനെ ആയിരിക്കുന്ന ഒരാഗ്രഹം നിങ്ങൾക്കില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു താല്പര്യം നീ ഉളവാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വാർത്ഥത എന്നിൽ നിന്ന് അകറ്റണമേ, കുറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. And if you have that desire and hunger to know him and to love him more, then he will say, Amen, I want you to open my word and I will show you, but you must listen to what I am saying. അങ്ങനെ അവനെ അറിയുവാനായിട്ടുള്ള ആത്മാർത്ഥമായിരിക്കുന്ന ആഗ്രഹത്തോടു കൂടി അവൻ്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ കർത്താവിന് പറയാനായിട്ടുള്ളത്, ആമേൻ, ഞാൻ എന്നെ തന്നെ നിനക്ക് കാണിച്ചു തരാമെന്നായിരിക്കും. But you see, if you have to listen to people that you have not been, a person that you have not been listening before, you need to calm yourself down and you need to take some effort which God will give you the grace to, and you need to focus on that person's words. That is not easy. It's not about discipline. It's about an eager desire because you love this person. That's what it is. നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാനായിട്ടുള്ള ഒരു വലിയ അച്ചടക്കത്തോടു കൂടി അല്ലെങ്കിൽ പോലും വലിയ ആഗ്രഹത്തോടുകൂടെ നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ആ വ്യക്തിക്ക് അത്ര. It is the hunger for a person whom you love because he first loved you. That's what makes you do the needed to sit and listen the words of eternal life. നിങ്ങളെ ആദ്യം സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നതായിരിക്കുന്ന ആ വ്യക്തിയോടുള്ളതായിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നാണ് അവൻ പറയുന്നത് എന്തെന്ന് കേൾക്കുവാനായിട്ട് അവൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ടുള്ള ഒരാഗ്രഹം, ഒരു വിശപ്പ് നമുക്കുണ്ടാകും. And when you sit down, you realize one thing: I have to understand the original situation in which these words were written because I really want to know what is being said. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടെ നാം അവൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ എനിക്ക് എഴുതി തന്നിരിക്കുന്നതായിരിക്കുന്ന ഈ കാര്യം എനിക്ക്
അറിയണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടെ ഇത് ഏത് സന്ദർഭത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. I really also need to just read the text, just what is there and not what I'm saying into the text. അപ്പോൾ ആ വേദഭാഗത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വായിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നിന്ന് കാണാനല്ല ഞാൻ ശ്രമിക്കേണ്ടത്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് വായിക്കുക. With this in mind, I want us to turn to the Gospel of Mark. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് എന്നോടൊപ്പം വരാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. You need to know when John Mark wrote this gospel and why. If you have to understand what John Mark is saying. ഈ യോഹന്നാൻ എന്ന ഈ മർക്കോസ് എന്താണ് തൻ്റെ ഈ എഴുത്തിലൂടെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഈ മർക്കോസ് ഏത് സാഹചര്യത്തിലാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നിങ്ങൾ ആദ്യം അറിയണം. You will understand what he is saying without all that information, but you will not really get to appreciate it if you don't know the context. മർക്കോസ് അവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ എന്താണ് മർക്കോസ് അവിടെ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. Church history has given us the information that John Mark wrote his gospel while he was in Rome. സഭാചരിത്രം സാക്ഷിക്കുന്നത് ഈ മർക്കോസ് റോമിലിരിക്കുന്ന സമയത്താണ് താൻ ഈ പുസ്തകം എഴുതിയതെന്നാണ്. There was a persecution in Rome. റോമിൽ ആ സമയത്ത് ഒരു ഉപദ്രവം, പീഡനം നടക്കുന്ന സമയമാണ്. I believe it was around AD 64 to between AD 64 and 68. ഏതാണ്ട് AD 64-നും 68-നും ഇടയിലാണതെന്നാണ് ഞാൻ കരുതുന്നത്. The cause of the problems was Emperor Nero. നീറോ ചക്രവർത്തിയായിരുന്നു ഈ പ്രശ്നത്തിന്റെ എല്ലാം കാരണക്കാരൻ. Nero had an agenda. നീറോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. He wanted to make Rome a great city. റോമിനെ ഒരു മഹാനഗരമാക്കി തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. And so secretly, without the permission of his people, he burnt the slum areas of Rome. റോമിലെ ആളുകളുടെ അറിവ് കൂടാതെ തന്നെ അദ്ദേഹം റോമിലെ ഈ ചേരി പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കി. He loved himself and his projects more than the people. തന്നെയും തൻ്റെ പദ്ധതികളെയുമാണ് നീറോ ചക്രവർത്തി ജനങ്ങളെക്കാൾ അധികമായിട്ട് സ്നേഹിച്ചത്. And so he went ahead and burnt a large portion of that city. അങ്ങനെ ആ നഗരത്തിന്റെ ഒരു പ്രധാന ഭാഗം അദ്ദേഹം അഗ്നിക്കിരയാക്കി. But then, in order to show that somebody is the fault and that person is not him, he said that it was the Christians in the city that did this. ഈ തീപിടുത്തത്തിന്റെ കാരണക്കാരൻ ആരെന്നുള്ളത് താനല്ലാതെ മറ്റാരെങ്കിലും ആണെന്നുള്ളത് തനിക്ക് സമർത്ഥിച്ച് തീരൂ. അതുകൊണ്ട് താൻ ക്രിസ്ത്യാനികളുടെ തലയിൽ അത് ചുമത്തി. And so from AD 64-65 onwards, a great persecution started for the followers of Jesus Christ in the city of Rome. അങ്ങനെ AD 64 മുതൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ അതിഭയങ്കരമായിരിക്കുന്ന പീഡനം റോമിൽ അടിച്ചുവിട്ടു. Women and children were raped, killed and thrown to wild animals because they were followers of Jesus. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയും കൊല്ലുകയും വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. Christian leaders like Peter and Paul were killed because if the leaders are killed, then the followers won't follow. ക്രിസ്തീയ നേതാക്കന്മാരായ പത്രോസും പൗലോസും ഒക്കെ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു. നേതാക്കന്മാർ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അണികൾ പിരിഞ്ഞു പോകുമെന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. The citizens of Rome, the Christians of Rome became desperate. റോമ നഗരത്തിലുണ്ടായിരുന്ന ക്രിസ്തീയ വിശ്വാസികൾ ആകെ നിരാശയിലായി. Is there any benefit in following Jesus? ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. What hope is there? We follow him and we get killed like this. അവനെ അനുഗമിച്ചിട്ട് ഈ എന്താണ് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്? നമ്മൾ കൊല്ലപ്പെടുന്നല്ലോ എന്ന് ആളുകൾ ചിന്തിച്ചു. What will happen after we die? നാം മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത്? Should we leave this faith and go to the Jewish faith because the Jews are protected by the state? ഈ വിശ്വാസം തള്ളിക്കളഞ്ഞ് പഴയ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോയാലോ? കാരണം യഹൂദ മതത്തിന് ഗവൺമെന്റിന്റെ സംരക്ഷണമുണ്ട്.
My wife and children are dying and I cannot do anything about it. എൻ്റെ പ്രിയ ഭാര്യയും മക്കളുമൊക്കെ കണ്ണിന്റെ മുമ്പിൽ കൊല്ലപ്പെടുമ്പോൾ എനിക്ക് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. Was it better to have stayed back in my old religion? എൻ്റെ പഴയ മതത്തിൽ തന്നെ ഞാൻ നിന്നായിരുന്നെങ്കിൽ അതല്ലായിരുന്നു നല്ലത്? These were the questions they were asking. And Nero was killing people around them. നീറോ റോമിലെ വിശ്വാസികളെ അങ്ങനെ കൊന്നുപിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. And then the church at Rome requested John Mark, the disciple of Apostle Peter, please give us an encouragement and give us answers. റോമിലെ ക്രിസ്തീയ വിശ്വാസികൾ ഈ സംഭവങ്ങളുടെ നടുവിൽ പത്രോസ് അപ്പോസ്തലന്റെ ശിഷ്യനായിരിക്കുന്ന ഈ യോഹന്നാൻ മർക്കോസിനോട് പറഞ്ഞു, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾക്ക് ധൈര്യം വേണമെന്ന് പറഞ്ഞു. And so under the inspiration of the Holy Spirit, John Mark took his pen with the intention to encourage the suffering Christians in Rome, and he wrote the gospel according to Mark. കഷ്ടത അനുഭവിക്കുന്ന റോമിലെ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നിയന്ത്രണത്തിൽ യോഹന്നാൻ മർക്കോസ് തന്റെ തൂലിക എടുത്തു ക്രിസ്തുവിനെ കുറിച്ച് എഴുതുവാൻ തുടങ്ങി. What did he mainly want to say through this whole gospel? ഈ സുവിശേഷത്തിൽ കൂടെ അപ്പോൾ എന്തായിരിക്കും മർക്കോസ് പറയുന്നത്? He was telling the disciples of Jesus in Rome, you need to understand who Jesus is. അപ്പോൾ റോമിലുള്ള കർത്താവിന്റെ ശിഷ്യന്മാരോട് മർക്കോസിന് പറയുവാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ആരാണെന്നുള്ളത് നിങ്ങൾ അറിയണം. I know you know him, but you need to know him and love him deeper. നിങ്ങൾക്ക് അവനെ അറിയാമെന്ന് എനിക്ക് അറിയാം, പക്ഷേ നിങ്ങൾ അവനെ കൂടുതൽ അറിയുകയും അവനെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യണം. That's what John Mark says in chapter 1 to chapter 8 verse 21. 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായത്തിന്റെ 21 വരെ എഴുതായിരിക്കുന്ന വാക്യങ്ങളിൽ ഈ കാര്യമാണ് മർക്കോസ് എഴുതുന്നത്. Who is Jesus? John Mark is reminding the disciples in Rome. റോമിലുള്ള ക്രിസ്തു ശിഷ്യന്മാരെ മർക്കോസ് ഓർപ്പിക്കുന്നത് ആരാണ് യേശുക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യമാണ്. And John Mark is saying Jesus is the Son of God. Don't forget that. യോഹന്നാൻ പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അത് നിങ്ങൾ മറക്കരുത്. From chapter 8 verse 22 to the end of chapter 10, 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 10-ാം അധ്യായത്തിന്റെ അവസാനം വരെ John Mark is telling them, you also need to understand what is Jesus' real mission. യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണമെന്ന് മർക്കോസ് പറയുകയാണ്. His mission as God was to come, suffer and serve by dying. ദൈവമായിരിക്കുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കഷ്ടം അനുഭവിച്ച് നിങ്ങളെ സേവിക്കുക എന്നുള്ളതായിരുന്നു. And how to serve? By dying. മരണത്തിലൂടെയാണ് താൻ സേവിച്ചത്. And only after suffering will he be glorified. ആ കഷ്ടതയ്ക്ക് ശേഷമാണ് അവൻ മഹത്വീകരിക്കപ്പെടുന്നത്. And then John Mark from chapter 11 to chapter 16 will say, so how should you respond as disciples? 11-ാമത്തെ അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെ പിന്നീട് മർക്കോസ് പറയുന്നത് ഈ സത്യത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക. John Mark says you need to respond faithfully and suffer if required and not abandon Jesus. മർക്കോസ് അവരോട് പറയുന്നത്, നിങ്ങൾ വിശ്വസ്തയോടെ ഇതിനോട് നിങ്ങൾ പ്രതികരിക്കണം, വേണ്ടി വന്നാൽ ജീവൻ കൊടുത്താണെങ്കിലും നിങ്ങൾ വിശ്വസ്തയോടെ പ്രതികരിക്കണം. Why should you respond faithfully? എന്തുകൊണ്ട് വിശ്വസ്തയോടെ നിങ്ങൾ പ്രതികരിക്കണം? Because Jesus is God, chapters 1 to 8. കാരണം യേശു ദൈവമാണ്, 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. And because he came to die for you and he did not abandon you. അവൻ മരിക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്, നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ അവൻ നിങ്ങളെ ഉപേക്ഷിച്ചില്ല. Chapter 8 verse 22 to chapter 10. 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 10-ാം അധ്യായം. So you too should be faithful. അതുകൊണ്ട് നിങ്ങളും വിശ്വസ്തരായിരിക്കണം. This is the context in which John Mark wrote his letter. യോഹന്നാൻ മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നതിന്റെ പശ്ചാത്തലം ഇതാണ്. And this is what you should understand when you read it. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി വേണം വായിക്കാൻ. Then when you begin reading John Mark, you will appreciate what he is saying. ഈ ഒരു അറിവോടുകൂടെ നിങ്ങൾ ഈ മർക്കോസിന്റെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. And then you start reading it more carefully. നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ പിന്നീട് വായിക്കാനായിട്ട് തുടങ്ങുന്നു. And then when you come to chapter 1 verse 1, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിങ്ങൾ എത്തുമ്പോൾ it reads like this: the beginning of the gospel of Jesus Christ, the Son of God. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. Why is John Mark emphasizing that Jesus is the Son of God?
ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യത്തിന് എന്തുകൊണ്ടാണ് മർക്കോസ് ഊന്നൽ കൊടുക്കുന്നത്? Often the commentaries and all the books will say that John Mark is saying that Jesus is the suffering servant. സാധാരണയായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ വായിച്ചാൽ എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നത് മർക്കോസ് യേശുക്രിസ്തുവിനെ കഷ്ടം അനുഭവിക്കുന്ന ദാസനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ്. Nothing wrong in that. അതിനകത്തൊരു തെറ്റുമില്ല. But verse 1 chapter 1 says that John Mark wants to show Jesus as the Son of God. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നത് മർക്കോസ് ഈ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള കാര്യമാണ് വായനക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. Why? എന്തുകൊണ്ടാണ്? Because until his readers really understand that this Jesus whom they believed is God himself, they will not continue to trust him. അവർ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഈ വ്യക്തി യേശുക്രിസ്തു അവൻ സാക്ഷാൽ ദൈവം തന്നെയാണെന്നുള്ളതായിരിക്കുന്ന ഈ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ല എങ്കിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയില്ല. But that's not all what John Mark says. He goes on down to explain about Jesus. അവിടെ കൊണ്ട് മർക്കോസ് നിർത്തുന്നില്ല. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ താൻ വിവരിച്ചു പോവുകയാണ്. If you go to verse 13 of chapter 1, 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എത്തുമ്പോൾ John Mark writes about very briefly about the temptation of Jesus. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ പരീക്ഷയെക്കുറിച്ച് വളരെ ചുരുക്കിയോ മർക്കോസ് അവിടെ പറയാണ്. Matthew and Luke also write about Jesus' temptation. മത്തായിയും ലൂക്കോസും യേശുവിന്റെ ഈ പരീക്ഷയെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. But only Mark notes that Jesus was with the wild animals in the wilderness. എന്നാൽ മർക്കോസ് മാത്രമാണ് ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളൂ, യേശുക്രിസ്തു വന്യമൃഗങ്ങളോട് കൂടെ ആയിരുന്നു എന്നുള്ളത്. Why would he write that? എന്തുകൊണ്ടാണ് മർക്കോസ് അതങ്ങനെ അവിടെ എഴുതി? I believe it is to encourage the suffering Christians in Rome, because they were being persecuted by being thrown into the wild animals. വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് എറിയപ്പെട്ട് കൊടുത്തുകൊണ്ടിരുന്നതായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെ, റോമിലുള്ള വിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് മർക്കോസ് ഈ പ്രസ്താവന അവിടെ You are not alone when you face beasts and the temptation to deny Jesus. വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾ എറിയപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. He too experienced that. അവനും ഇതേ അനുഭവത്തിൽ കൂടെ പോയവനാണ്. But he did not deny the Father. He held on. അവൻ പിതാവിനെ അവൻ തള്ളിപ്പറഞ്ഞില്ല, അവൻ ഉറച്ചു നിന്നു. He is the Son of God and he suffered like you. So please don't give up. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, പക്ഷെ അവൻ സഹിച്ചു. അതുകൊണ്ട് അവനെ നിങ്ങൾ അനുഗമിക്കണം. To encourage John Mark, to encourage the disciples, he added that information. Jesus too was with the wild animals. ആ കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് മർക്കോസ് ഈ ഒരു വിവരവും കൂടെ അവിടെ ചേർത്തു. കർത്താവ് കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. And then he goes on to write about what all Jesus did. പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ മുമ്പോട്ട് എഴുതി പറഞ്ഞു പോവുകയാണ്. Jesus did miracles. യേശുക്രിസ്തു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. Because he is God. കാരണം അവൻ ദൈവമാണ്. He healed lepers. അവൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. Because he is God. അവൻ ദൈവമായതുകൊണ്ട്. He removed demons. ഭൂതങ്ങളെ അവൻ പുറത്താക്കി. Because he is God. അവൻ ദൈവമായതുകൊണ്ട് You can trust him. നിങ്ങൾക്ക് അവനെ ആശ്രയിക്കാം. And then he goes on to chapter 2. എന്നിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ And then he tells an event where they brought a paralyzed person to Jesus. ഒരു പക്ഷവാതക്കാരനെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. And Jesus healed him. യേശു അവനെ സൗഖ്യമാക്കി. But John Mark notes that he did something greater than that physical healing of that paralyzed person. ആ പക്ഷവാതക്കാരന്റെ ശരീര സൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് യേശു അവിടെ ഒരു കാര്യം ചെയ്തു എന്ന് മർക്കോസ് രേഖപ്പെടുത്തുകയാണ്. He forgave all his sins. അവന്റെ എല്ലാ പാപങ്ങളും യേശു ക്ഷമിച്ചു കൊടുത്തു. Who can forgive sins? ആർക്ക് പാപങ്ങളെ മോചിക്കുവാനായിട്ട് കഴിയും? The people who did not believe in Jesus questioned him at that time. യേശുക്രിസ്തുവിനെ അന്ന് വിശ്വസിക്കാത്തതായിരിക്കുന്ന ആളുകൾ ചോദിച്ചതായിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. And John Mark says that Jesus could forgive sins and can forgive sins and still forgive sins because he is God. മർക്കോസ് പറയുന്നു യേശുക്രിസ്തുവിന് അവൻ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, അവൻ പാപങ്ങളെ ഇന്നും ക്ഷമിക്കുന്നവനാണെന്നുള്ള കാര്യം രേഖപ്പെടുത്തുകയാണ്. And then he comes to the end of chapter 2. 2-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ
another encounter that Jesus has with the people who don't believe in him. യേശുവിനെ വിശ്വസിക്കാത്ത ജനങ്ങളുമായിട്ടുള്ള മറ്റൊരു ഏറ്റുമുട്ടൽ നാം അവിടെ കാണുന്നു. They are doing something which the religious leaders did not like, Jesus and his disciples. അന്നത്തെ മത നേതാക്കന്മാർ ഇഷ്ടപ്പെടാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്തത്. That is, as they were going through a field, they were not very rich or anything. They were poor people. They didn't always get food to eat, and so when they were going through a field, they caught some grain and then they were just doing like this, and they were eating it as they were walking to remove the chaff. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എപ്പോഴും വയറ് നിറച്ച് ഭക്ഷിപ്പാൻ ആഹാരം കിട്ടിയിരുന്നില്ല. അവർ വിശന്നും ദാഹിച്ചും നടന്ന ആളുകളും കൂടി ആയിരുന്നു. അങ്ങനെ വിളഞ്ഞു കിടക്കുന്ന പാടത്തുകൂടി അവർ കടന്നു പോകുമ്പോൾ വിശന്നിട്ട് അവർ കതിർ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി അവർ തിന്നുവാൻ തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. And that those religious leaders were just looking to see whether they have violated the law. Says, how can you do work on the Sabbath? അപ്പോൾ മത നേതാക്കന്മാരിങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ചങ്ങനെ പുറകിൽ നോക്കി നടക്കുകയായിരുന്നു. ശാബത്തിനെ ലംഘിക്കുന്നതായിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ കയ്യിലിട്ട് ഈ ധാന്യമണികളിട്ട് തിരുമുന്നത് ഒരു പണിയായിട്ടാണ് അവർ കണ്ടത്. They weren't looking at their stomachs whether it was hungry or not. They were looking at their hands whether they were working or not. ഈ ഗോതമ്പിട്ട് കയ്യിലിട്ട് തിരുമുന്ന ഈ മനുഷ്യരുടെ വയറൊട്ടിയാണോ കിടക്കുന്നത് എന്നുള്ളത് ഈ മത നേതാക്കന്മാർ ശ്രദ്ധിച്ചില്ല. അവരുടെ കൈ തിരുമുന്നത് മാത്രമാണ് അവർ ശ്രദ്ധിച്ചത്. Anyway, Mark's point was that Jesus says, I will determine what they do on a Sabbath. എന്നാൽ മർക്കോസിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ Jesus says, I will determine what they do on the Sabbath. അപ്പോൾ ഈ ശബ്ബത്ത് നാളിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ചെയ്യിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. I am the Lord of the Sabbath. കാരണം ഞാൻ ശബ്ബത്തിന്റെയും കർത്താവാണ്. In the Old Testament, all Jews know who is the Lord of the Sabbath. ശബ്ബത്തിന്റെ കർത്താവ് ആരാണെന്നുള്ളത് പഴയ നിയമത്തിൽ എല്ലാ യഹൂദന്മാർക്കും അറിയാം. There is only one who is the Lord of the Sabbath and who ordained the Sabbath. And in Exodus chapter 20, they know that that is Jehovah. പുറപ്പാട് 20-ാമത്തെ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ശബ്ബത്തിനെ സ്ഥാപിച്ചവനും ശബ്ബത്തിന്റെ കർത്താവും ആരെന്നുള്ളത് അവർക്കറിയാം. യഹോവയായിരിക്കുന്ന ദൈവമാണെന്ന് അവർക്കറിയാം. Mark is saying Jesus is claiming that he is Jehovah of the Sabbath. മർക്കോസ് ഇവിടെ പറയുന്നത് ശബ്ബത്തിന്റെ കർത്താവ് ഈ യഹോവയായിരിക്കുന്ന ഈ യേശുക്രിസ്തു തന്നെയാണെന്നാണ് പറയുന്നത്. And by that Mark is telling his disciples, his readers, you can trust him. ഇത് പറഞ്ഞുകൊണ്ട് മർക്കോസ് തന്റെ വായനക്കാരോട് പറയുന്നത് ഈ യേശുവിനെ നിങ്ങൾ കാണുക. He is not just a man who suffered and died on the cross. He is God himself who came as a man who has the power over creation, the power to forgive sins, and you can trust him. കേവലം കഷ്ടം അനുഭവിച്ച് മരിച്ച ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അവൻ പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുള്ള, ശബ്ബത്തിന്റെ മേൽ അധികാരമുള്ളവനായിരിക്കുന്ന കർത്താവാണ് എന്നുള്ള കാര്യം തന്റെ വായനക്കാരോട് മർക്കോസ് പറയാണ്. But in order to trust him, you need to understand this fact from the heart. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ ആശ്രയിക്കണമെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് And to മനസ്സിലാക്കണം. understand this fact, you need to read Mark and every book of the Bible carefully. ഈ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം ശ്രദ്ധാപൂർവം വായിക്കണം. മാത്രമല്ല ബൈബിളിലെ ഓരോ പുസ്തകവും അങ്ങനെ വായിക്കണം. Please don't pick up this book only to preach from on Sundays. Open this book because you love God every day to understand God. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ പുസ്തകം കേവലം ഞായറാഴ്ചത്തെ പ്രസംഗങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ തുറക്കരുത്. ഇത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവന്റെ വചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ പുസ്തകം തുറക്കണം. The most important person in this whole world is Jesus Christ, and the most precious book in this whole world is his eternal words. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. ഈ ലോകത്തിലെ ഏറ്റവും വിലമതിക്കേണ്ടതായിരിക്കുന്ന പുസ്തകം അവന്റെ വചനമായിരിക്കുന്ന ബൈബിളാണ്. This was what gave Mark's disciples, his readers, the encouragement. ഇതാണ് മർക്കോസിന്റെ പുസ്തകം വായിച്ച വിശ്വാസികൾക്ക് ലഭിച്ചതായിരിക്കുന്ന ധൈര്യം. But Mark doesn't stop there. He doesn't just say that Jesus is God, you can trust him. He goes on. മർക്കോസ് ഈ ഒരു കാര്യം പറഞ്ഞ് തന്നെ എഴുത്ത് അവസാനിപ്പിച്ചില്ല. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവമാണെന്ന് പറഞ്ഞ് താൻ അവസാനിപ്പിക്കുകയല്ല ചെയ്ത്, താൻ വീണ്ടും മുമ്പോട്ട് പറഞ്ഞു പോവുകയാണ്. Mark is continuing to say that even though Jesus was God and he was all powerful, he was willing to suffer in order to please the Father. ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവൻ സർവശക്തനാണ് എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ഹിതം അനുസരിച്ച് കഷ്ടം സഹിക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു.
And how did he suffer? എങ്ങനെയാണ് അവൻ കഷ്ടം സഹിച്ചത്? We saw earlier that he was with the wild beasts, that was suffering for God who became man. നാം നേരത്തെ കണ്ടല്ലോ, അവൻ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൈവം മനുഷ്യനായിട്ട് വന്നവൻ കാട്ടുമൃഗങ്ങളോട് കൂടെ. But now here is one more point in chapter 3 verse 21. മൂന്നാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം ഒരു കാര്യം കൂടെ കാണുന്നു. About the pain Jesus faced. യേശു സഹിച്ചതായിരിക്കുന്ന വേദന. It says in verse 21, 21-ാമത്തെ വാക്യം, when his own people heard of Jesus' work, they went out to take custody of him. അവന്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം കൊണ്ടുവന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. That means his own family. അവന്റെ സ്വന്തക്കാരാണ്, സ്വന്തം കുടുംബത്തിലുള്ളവർ. His mother and his own brothers. അവന്റെ സ്വന്തം അമ്മയും അവന്റെ സ്വന്തം സഹോദരന്മാരുമാണ്. When his own family heard that he was preaching and teaching and doing that, they came to take him away. അവന്റെ സ്വന്തം കുടുംബക്കാർ അവനിങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നു എന്നുള്ളത് കേട്ടപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. And what did they think of him? അവനെ കുറിച്ച് അവരെന്താ ചിന്തിച്ചത്? Did they believe in him? അവനിൽ വിശ്വസിക്കുകയാണോ ചെയ്തത്? This is what Mark says. മർക്കോസ് ഇതാ പറയുന്നത്. They were saying that he is out of his mind. അവർ പറഞ്ഞത് അവന് ബുദ്ധിഭ്രമം ഉണ്ടെന്നാണ്. Let me just explain that to you. ഞാൻ അല്പം കൂടെ നിങ്ങൾക്കത് വിശദീകരിക്കാം. That means they were saying he is mad. അതായത് അവർ പറയുന്നവൻ ഭ്രാന്തനാണെന്നാണ്. That means they were saying that he is a lunatic. അവനങ്ങനെ ഒരു വട്ടനാണെന്നാണ് അവർ പറയുന്നത്. And in that culture, that means you are possessed by a demon. അന്നത്തെ സംസ്കാരത്തിൽ ഇങ്ങനെ ബുദ്ധിഭ്രമം ഉള്ള ആളുകൾ ഭൂതം ബാധിച്ചിട്ടാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. How do I know that that's what they were saying? അവരങ്ങനെയാണ് പറയുന്നത് എന്നുള്ള എങ്ങനെയാണ്? Because in the next verse, Mark says this was also what the leaders were saying of Jesus. മർക്കോസ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ആ കാലത്തെ മത നേതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. 12-ാമത്തെ വാക്യം. The scribes who came down from Jerusalem were saying he is possessed. യെരൂശലേമിൽ നിന്ന് വന്നതായിരിക്കുന്ന ശാസ്ത്രിമാരും പറഞ്ഞത് അവന് ഭൂതമുണ്ടെന്നാണ്. Mark is telling his disciples his own family opposed him. മർക്കോസ് തന്റെ കൂടെയുള്ളതായിരിക്കുന്ന ക്രിസ്തു വിശ്വാസികളോട് പറയുന്നത് അവന്റെ സ്വന്തക്കാർ, അവന്റെ രക്തം. Not only the religious leaders thought that he was possessed by demons, also his own family initially. അക്കാലത്തെ മത നേതാക്കന്മാർ മാത്രമല്ല, അവന്റെ സ്വന്തം കുടുംബക്കാർ പോലും അവൻ ഭൂതബാധിതനാണെന്നാണ് കരുതിയത്. And that was what the parents were, the family was thinking. അവന്റെ കുടുംബക്കാർ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. How do I know that? അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? Because after explaining that the religious leaders thought he was mad, Mark comes back to his point that the family continued to oppose him in verse 30. മത നേതാക്കന്മാരുടെ ചിന്താഗതി എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞതിന് ശേഷം താഴേക്ക് വീണ്ടും അയച്ചു വരുമ്പോൾ അവന്റെ കുടുംബക്കാരുടെ ചിന്ത എന്തായിരുന്നു എന്നുള്ളതാണ് മർക്കോസ് പറയുന്നത്. In verse 31, if you read immediately after the encounter with the scribes. ഈ ശാസ്ത്രിമാരുമായിട്ടുള്ള ആ സംവാദത്തിന്റെ ശേഷം നിങ്ങൾ 31-ാം വാക്യം വായിച്ച. Yeah. Then his mother and his brothers, that is his own people, Mark continues. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്നു. Arrived and standing outside, they called him, come out. അവര് പുറത്തു വന്നു നിന്നിട്ട് അവനെ വിളിച്ചു, ഇറങ്ങി വാ എന്ന് പറഞ്ഞു. Were they calling out in faith? അവർ വിശ്വാസത്തോടു കൂടിയാണ്. We love you, please come out. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ ഇറങ്ങി വാ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. No. You are possessed, please come out. You are out of your mind, you are a lunatic. നീ ഒരു ഭ്രാന്തനാണ്, ഭൂതഗ്രസ്തനാണ്, ഭൂതബാധിതനായതുകൊണ്ട് നീ ഇറങ്ങി വരാനാ പറഞ്ഞത്. That was very painful. അത് എത്രയോ വേദനാജനകമാണ്. You can bear if outsider says you are mad. പുറത്തുള്ളവർ നിങ്ങളൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും സഹിക്കാം. But it's very painful when your own blood relation says you are mad. എന്നാൽ സ്വന്തം രക്തത്തിലുള്ള ആളുകൾ നിങ്ങളെ ഭൂതബാധിതനാണെന്ന് പറയുമ്പോൾ എന്ത് വേദനയാണ്. Mark is telling his readers, Jesus knows the pain of opposition. മർക്കോസ് തന്റെ വായനക്കാരോട് പറയുന്നത് യേശുവിനെ നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന വേദന അറിയാം. He too faced that. അവൻ അത് തന്നെ നേരിട്ടവനാണ്. I believe very strongly that the Christians in Rome not only faced opposition from Nero, the leader of Rome, those who came out from their families and communities must have been severely opposed by their own families. നീറോയിൽ നിന്ന് മാത്രമല്ല അന്നത്തെ ക്രിസ്തു വിശ്വാസികൾ പീഡനങ്ങളും കഷ്ടതകളും സഹിച്ചത്. അവർ വിട്ടേച്ച് പോന്നതായിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും അതിഭയങ്കരമായിരിക്കുന്ന കഷ്ടതകളും പീഡനങ്ങളും അവർക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. We can read in church history
records of where husband comes against wife, parents come against children, and they are willing to put them to die because of Jesus Christ. സ്വന്തം ഭർത്താക്കന്മാർ ഭാര്യമാർക്കെതിരെയും ഭാര്യമാർ ഭർത്താക്കന്മാർക്കെതിരെയും അപ്പന്മാർ മക്കൾക്കെതിരെയും ഒക്കെ ഇറങ്ങി തിരിഞ്ഞതിനെ കുറിച്ച് സഭാചരിത്രത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the Roman persecution, that was a reality. റോമൻ പീഡനത്തിൽ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. But Mark is saying, please don't give up, because